ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റീഡിങ്സ് ഫ്രം ഫ്രിഞ്ചസ് എന്നുള്ള ടെക്സ്റ്റിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എ വൈറ്റ് ഹെറോൺ ബൈ സാറ ഓർണെ ജുവറ്റ്. ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ അബൌട്ട് ദി ഓതർ സാറ ഓർണെ ജുവറ്റ്, 1849 to 1909. She was an American novelist, short story writer and a poet. Better known or best known for the representation of local color and regionalism in her writings. സോ ഈ റൈറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒരു അമേരിക്കൻ നാഷണാലിറ്റി ഉള്ള റൈറ്ററാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതേണ്ട ഒരു പോയിന്റ്, ഓതറിനെ കുറിച്ച് എഴുതേണ്ട ഒരു പോയിന്റാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലോക്കൽ കൾച്ചർ ആസ് വെൽ ആസ് റീജിയണലിസം. അതായത് ലോക്കൽ കൾച്ചർ ആയിട്ടുള്ള, അപ്പോൾ അമേരിക്കയുടെ തന്നെ തനതായിട്ടുള്ള ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ, ഒരു വില്ലേജ് ഏരിയ, അങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള ഏരിയാസിനെ പോയത്തിലൂടെയും ഷോർട്ട് സ്റ്റോറിയിലൂടെയും അതുപോലെ തന്നെ നോവൽസിലൂടെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ്. ഓക്കെ, അതുപോലെ തന്നെ റീജിയണലിസം, ഒരു റീജിയൻ, ഒരു പെർട്ടിക്കുലർ റീജിയൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ തോമസ് ഹാർഡിനെയൊക്കെ പോലെ, വിസെക്സ് എഴുതിയ പോലെ നമ്മുടെ സാറ ഓർണെ ജുവറ്റും ഒരു പ്രത്യേക ഏരിയ അമേരിക്കയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് ഒരു ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട്, ഒരു റീജിയനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ റൈറ്റിങ്സ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിനെ കുറിച്ചിട്ട് എന്താ പറയുക, സിനിമ എടുക്കുക, അതുപോലെ ഷോർട്ട് ഫിലിം എടുക്കുക, അതുപോലെ തന്നെ പോയ എഴുതുക, സ്റ്റോറി എഴുതുക ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റീജിയണൽ ആർട്ട് എന്ന് പറയും. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ റീജിയനെ ബേസ് ചെയ്തിട്ട് വർക്കുകൾ എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ് നമ്മുടെ സാറ ഓർണെ ജുവറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ. ഓക്കെ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേസിലൊക്കെ ആഡ് ചെയ്യേണ്ട പോയിന്റുകളാണ് ഈ 5 പോയിന്റ്. ഓക്കെ, പിന്നെ she was fond of Maine's northernmost of US state, okay, known for rocky coastlines, maritime and natural beauty, and countryside. So നമ്മൾ പറഞ്ഞ ഒരു പർട്ടിക്കുലർ റീജിയനിലാണ് ആളുടെ വർക്കുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളതെന്ന്. സോ ആ റീജിയനിൽ പറയണ പേര്, ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മെയിൻ. അത് നോർത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ള നോർത്തേൺ ആയിട്ടുള്ള ഒരു വില്ലേജ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ റോക്കി ആയിട്ടുള്ള കോസ്റ്റ് ലൈനുകളൊന്നുമില്ല, ഒരു കല്ലുകൾ, പാറക്കെട്ടുകളുള്ള കോസ്റ്റ് ലൈൻസ് നമ്മൾ പറയില്ലേ, ഈ അതിർത്തിയാണ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് കടലിൻ്റെ പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല നാച്ചുറൽ ബ്യൂട്ടി, മാരിടൈം ബ്യൂട്ടി. ഓക്കെ, മാരിടൈം മീൻസ് നമ്മൾ പറയില്ലേ, സീ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാരിടൈം എന്ന് പറയാം. അത്രയും നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ മെയിൻ എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഓതർ ഏറ്റവും കൂടുതൽ വർക്കുകൾ എഴുതിയിട്ടും ഉള്ളത്. സോ ഷീ റോട്ട് മെയിൻലി അബൌട്ട് ദ കൺട്രി സൈഡ് ബ്യൂട്ടി ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി ഓഫ് മെയിൻ. ഓക്കെ, ഷീ വാസ് എ നേച്ചർ പോയറ്റ് ഓഫ് അമേരിക്ക എന്നുള്ളൊരു പോയിന്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഹെർ പോയംസ് ഹാഡ് എസെൻസ് ഓഫ് ഒബ്സർവിങ് ആൻഡ് ലവിങ് നേച്ചർ. ആളുടെ വർക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നല്ലൊരു നേച്ചർ ലവറാണ്, അതുപോലെ തന്നെ ഹ്യൂജ് ഒബ്സർവറും കൂടിയാണ്. നേച്ചറിൽ നടക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ വരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എഴുതുന്ന റൈറ്ററാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ റൈറ്ററിനെ കുറിച്ചുള്ള പ്രധാനമായിട്ടുള്ള കീ പോയിന്റ്സ്, എക്സസൈസിലൊക്കെ ആഡ് ചെയ്യേണ്ട പോയിന്റ്സ്. ഈ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ബേർഡാണ്. ഓക്കെ, ഈ ഒരു ബേർഡിനാണ് വൈറ്റ് ഹെറോൺ എന്ന് പറയുക. നമ്മൾ പാടത്തും ഒക്കെ കാണുന്നതാണ്, നമ്മളുടെ പ്രദേശങ്ങളിൽ വരാറുള്ളതാണ്. പക്ഷെ അവരുടെ കുറച്ചുകൂടെ നല്ല ഹൈറ്റും വിഡ്ത്തും ഉള്ളൊരു ബേർഡാണ് വൈറ്റ് ഹെറോൺ. ഓക്കെ, നമ്മൾ കൊക്ക് എന്നൊക്കെ പറയുന്ന ഒരു ബേർഡ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ ഒരു ബേർഡിനെ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ വൈറ്റ് ഹെറോണിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബേസിക് സമ്മറിയും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള പോയിന്റ്സുമാണ്. നമ്മൾ ഡീറ്റെയിൽ സമ്മറി അല്ല പറയുന്നത്. ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് ബേസിക് സമ്മറീസ് ആണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ആൻസറുകളാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക മെറ്റീരിയൽസ് ആണ് ഓരോ പോയിന്റുകളും. ഓക്കെ, so White Heron is an example of regionalism and a post-regionalism, a post-Civil War genre of literature which celebrated the unique environment and local culture of specific regions of America. So regionalism എങ്ങനെയാണ് വൈറ്റ് ഹെറോൺ എന്നുള്ള എന്താ പറയുക സ്റ്റോറിയിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരാം, മേ ബി എൻ എസ്സേ. സോ അപ്പോൾ എന്താണ് റീജിയണലിസം എന്ന് അറിയണം, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് ഹെറോൺ എന്നുള്ള വർക്ക് റീജിയണലിസത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. റീജിയണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസ്റ്റ് സിവിൽ വാർ ജോണറാണ് ലിറ്ററേച്ചറിൽ വന്നിട്ടുള്ള, സിവിൽ വാറിന് ശേഷം വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ലിറ്ററേച്ചറാണ്. അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ വിച്ച് സെലിബ്രേറ്റഡ് ദ യുണീക്ക് എൻവയോൺമെന്റ് ആൻഡ് ലോക്കൽ കൾച്ചേഴ്സ് ഓർ ഓഫ് സ്പെസിഫിക് റീജിയൻസ് ഓഫ് അമേരിക്ക. അമേരിക്കയിലുള്ള ചില എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ള എൻവയോൺമെന്റുകൾ, അതുപോലെ തന്നെ ലോക്കൽ കൾച്ചറുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് ലിറ്ററേച്ചർ. ഒന്നുമില്ല, അമേരിക്കയിലെ തന്നെ തനതായിട്ടുള്ള കൾച്ചറുകളും തനതായിട്ടുള്ള കുറച്ച്
എന്താ പറയുക വില്ലേജുകളെ പറ്റിയിട്ടും എൻവറോൺമെൻറ്റിനെ പറ്റിയിട്ടും മാത്രം എഴുതുന്ന റീജിയനെ ബേസ് ചെയ്ത് എഴുതുന്ന ലിറ്ററേച്ചർ ആയിരുന്നു നമ്മൾ യു എസിൽ റീജിയണലിസം എന്നുള്ള മൊമെന്റിൽ വന്നിട്ടുള്ളത്. Okay, so the story creatively describes a 9-year-old rural girl named Sylvia who lives with Maine's coastal wilderness in tune with nature and its creatures. So നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതും ഇതുപോലെ ഒരു എന്താ പറയുക ക്യാരക്ടർ തന്നെയാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റോറിയിൽ വൈറ്റ് ഹെറോൺ എന്നുള്ള സ്റ്റോറിയിൽ സിൽവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 9-year-old റൂറൽ ഗേളിനെ കാണാം. ഓക്കെ, റൂറൽ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വില്ലേജ് ഏരിയയിൽ ഒരു എന്താ പറയുക ജീവിക്കുന്ന ഒരു ഗേളിനെ നമുക്ക് കാണാൻ പറ്റും. സോ ആള് മെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞു റൈറ്ററിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അമേരിക്കയിലെ നോർത്തേൺ പാർട്ടിലുള്ള മെയിൻ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, അവിടെയാണ് ഈ ഒരു വർക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സിൽവിയ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടി ജീവിക്കുന്നത് മെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോസ്റ്റൽ ഏരിയയിലാണ്. ഓക്കെ, വിൽഡർനെസ്. അത് ആള് ഒരു ഭയങ്കര ഓദറിനെ പോലെ തന്നെ വളരെ നേച്ചർ ലവ് ചെയ്യുന്ന, നേച്ചറിനെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്ന, നേച്ചറിനെ ഒരുപാട് റെസ്പെക്റ്റും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മളുടെ സ്റ്റോറിയിലെ ക്യാരക്ടറിന്റെ പേര് സിൽവിയ. ആളുടെ പ്രധാനമായിട്ടുള്ള എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. ഷീ ലവ്സ് നേച്ചർ, ഷീസ് ഹ്യൂജ്ലി ഇൻ ലവ് വിത്ത് നേച്ചർ, അങ്ങനെ പറയാം. സിൽവിയ ദ ചൈൽഡ് പ്രൊട്ടാഗണിസ്റ്റ് ഹാസ് വെരി ക്ലോസ് കണക്ഷൻ ടു നേച്ചർ ആൻഡ് ഇൻ ദി എൻഡ് റിയലൈസസ് എ ഡ്യൂട്ടി ആൻഡ് പ്രൊട്ടക്ട്സ് ഇറ്റ്സ്. വൈറ്റ് ഹെറോൺ പെയിന്റ്സ് എ സ്ട്രോങ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ സിൽവിയാസ് ലവ് ഫോർ നേച്ചർ ആൻഡ് ഹണ്ടേഴ്സ് ഡിസൈർ ടു ടൈം ഇറ്റ്. സോ സിൽവിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു എന്താ പറയുക നേച്ചർ ലവിങ് ക്യാരക്ടറാണ്. ഓക്കെ, നേച്ചറും മനുഷ്യനുമായിട്ടുള്ള കണക്ഷനാണ് സിൽവിയ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയിലൂടെ നമുക്ക് ഈ ഒരു എന്താ പറയുക സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേച്ചറിനോട് കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അതും സിൽവിയയുടെ ക്യാരക്ടറിലൂടെ നമുക്ക് റൈറ്റർ അവസാന ഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മൾക്ക് പ്രകൃതി ഇഷ്ടമാണ്, ശരിയാണ്, പക്ഷെ നമ്മളുടെ പല കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എന്താ പറയുക പ്രകൃതിയെ ഇഷ്ടമാണെന്ന് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു വീട് വെക്കണം, നിങ്ങൾക്കൊരു എന്താ പറയുക പറമ്പുണ്ട്, ആ പറമ്പിൽ നിങ്ങൾക്ക് പ്രകൃതി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മരങ്ങൾ വെട്ടാണ്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ എന്താ പറയുക പ്രകൃതിയെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ നമുക്ക് പ്രകൃതിക്ക് നമ്മൾ പറയില്ലേ കോട്ടം തട്ടാത്ത വിധത്തിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു എന്താ പറയുക ഡ്യൂട്ടി ഇതിനെ കുറിച്ചിട്ടും നമ്മളുടെ ഈ ഒരു ഓഥർ പറയുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും സിൽവിയയുടെ ലവ് ഫോർ നേച്ചർ ആണ് ഇതിലെ മേജർ തീം. അതുപോലെ തന്നെ വരുന്ന വേറൊരു തീമാണ് ഇക്കോ ക്രിട്ടിക്കൽ റീഡിംഗ്. ഓക്കെ, ആൻഡ് ഇക്കോ ക്രിട്ടിക്കൽ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി പോർട്രേസ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് ദി അർബൻ ലൈഫ് വിസിബിൾ ഇൻ സിൽവിയാസ് ഡിലെമ ഇൻ ചൂസിംഗ് വെദർ ടു റിവീൽ ദ ലൊക്കേഷൻ ഓഫ് വൈറ്റ് ഹെറോൺ ടു ദ ഹണ്ടർ ഓർ ടു ഹൈഡ് ഇറ്റ് ആൻഡ് സേവ് ദ ബേർഡ്. ഓക്കെ, അത് നമ്മൾ ഇക്കോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം ഉണ്ട്. ഓക്കെ, അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ഒരു ഇക്കോളജിക്കൽ സർഫസിൽ എഴുതിയിട്ടുള്ള ലിറ്ററേച്ചർ ഒരു പ്രകൃതിയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. ആ ഒരു കഥാപാത്രങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ലിറ്ററേച്ചറാണ് ഇക്കോ ക്രിട്ടിക്കൽ ലിറ്ററേച്ചർ പറയുന്നത്. സോ അത് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അർബൻ ലൈഫിലെ സ്വഭാവങ്ങൾ, റൂറൽ ലൈഫിലെ സ്വഭാവങ്ങൾ, വില്ലേജ് ലൈഫും സിറ്റി ലൈഫും, അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക നമ്മൾ ഈ ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം അതിലുള്ള പോയിന്റ്സ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എൻഡോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, നമ്മൾ സ്റ്റോറി എൻഡ് ചെയ്തിട്ട് പറയുമ്പോൾ അത് മനസ്സിലാവും. സോ സിൽവിയയുടെ ഒരു പല എന്താ പറയുക ക്വസ്റ്റ്യനിങ് അവസ്ഥ അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു തീമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഫെമിനിസം ഇസ് എ മേജർ തീം ഇൻ ദ വർക്ക്. ഈ ഒരു വർക്കിലെ പ്രധാനമായിട്ടുള്ള വേറൊരു തീമാണ് ഫെമിനിസം. ഫെമിനിസം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് ചൂസ് ചെയ്യേണ്ട എന്താ പറയുക കുറച്ച് റെസ്പോൺസിബിലിറ്റീസിന്റെയും അതുപോലെ തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ഫ്രീ വിൽ, അതായത് സ്വന്തമായി തീരുമാനമെടുക്കാനും ആ തീരുമാനം പ്രായോഗികമാക്കാനുള്ള അധികാരം. ഓക്കെ, ഫോർ ഓൺ ഡിസിഷൻസ്, അത് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫെമിനിസം, ഇക്കോ ക്രിറ്റിസിസം, റീജിയണലിസം, ഈ 3 തിയറികൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ്, ദ ഫ്രീഡം ഓഫ് ദ വൈറ്റ് ഹെറോൺ സിംബലൈസസ് വുമൻസ് ലിബറേഷൻ ആൻഡ് പ്രൊവൈഡ്സ് ആൻ ഇക്കോ ഫെമിനിസ്റ്റിക് വ്യൂ പോയിന്റ്. അതുപോലെ തന്നെ ഫെമിനിസവും ഇക്കോ ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റും ഉണ്ട്. അത് വേറൊരു തിയറിയാണ്. ആ ഒരു തീമും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറി നോക്കുകയാണ്. ഷോർട്ട് സമ്മറി ഇൻ ദ സെൻസ് വളരെ ഷോർട്ടാണ്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി വേറെ ഉണ്ട്. ഇപ്പോൾ ഈ ഷോർട്ട് സമ്മറി ഒന്ന് ജസ്റ്റ് വായിക്കാം. നിങ്ങൾക്ക് കഥയെക്കുറിച്ചൊരു ഓവർവ്യൂ കിട്ടാൻ വളരെ നല്ലതായിരിക്കും. ഓക്കെ, വൈറ്റ് ഹെറോൺ ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ Orne Jewett, first published by Houston Mifflin and Company in 1886. It was soon collected as the title story in Jewett's anthology, A White Heron and Other Stories. It follows a young city girl named Sylvia who comes to live with her grandmother in the country. So ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റോറിയിൽ പറയുന്ന പ്രധാന തീം എന്ന് വെച്ചാൽ
സിൽവിയയുടെ കഥയാണ്. ആളൊരു സിറ്റിയിൽ ജനിച്ച് വളർന്നിട്ടുള്ള ഒരു കുട്ടിയാണ്, സിറ്റി ഗേളാണ്. ഓക്കെ, പക്ഷെ ആൾക്ക് നേച്ചറും നാച്ചുറൽ അറ്റ്മോസ്ഫിയറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആളുടെ ഗ്രാൻഡ് മദറിന്റെ കൂടെ ജീവിക്കാനായിട്ട് കൺട്രിയിലേക്ക് വരികയാണ്. ഒന്നുമില്ല, നമ്മൾ പറയില്ലേ, വില്ലേജിലേക്ക് വരികയാണ്. ഷീ മീറ്റ്സ് എ യങ് ഓർണിത്തോളജിസ്റ്റ് ഹണ്ടർ സീക്കിംഗ് ടു ഫൈൻഡ് എ റെയർ ബേർഡ് ദാറ്റ് ഹി റീസെന്റ് സ്പോട്ടഡ് ഇൻ ദി ഏരിയ. സോ ആ ഒരു സിറ്റിയിൽ നിന്നുള്ള നേച്ചർ കൺട്രി സൈഡിലേക്ക് വന്നിട്ട് ഇവരവിടെ ഇങ്ങനെ കുറെ പശുവിനെ മേയ്ക്കലും അതേപോലെ തന്നെ പല മെഡോസിൽ പോകലും റിവേഴ്സിൽ പോകലും ഒക്കെ അങ്ങനെ കുറച്ച് ദിവസം നടക്കുമ്പോൾ അവരൊരു എന്താ പറയാ, ഒരു ഓർണിത്തോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഹണ്ടറിനെ കാണുകയാണ്. ഓർണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഓർണിത്തോളജിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ഒരു സ്റ്റഡി, അതിനെയാണ് ഓർണിത്തോളജി, ആ സയന്റിഫിക് സ്ട്രീമിനെ പറയുന്നതാണ്. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. സോ ഒരു ഓർണിത്തോളജിസ്റ്റിനെ കാണുകയാണ്. ഓക്കെ, ആ ഒരു ഹണ്ടറാണ്. അവരെന്താന്ന് വെച്ചാൽ ഒരു പക്ഷീനെ, ഒരു റെയർ ആയിട്ടുള്ള ഒരു ബേർഡിനെ തപ്പി നടക്കുകയാണ്. ഈ ബേർഡാണ് ഈ വൈറ്റ് ഹെറോൺ തൊട്ട് മുന്നേ കാണിച്ചിട്ടുള്ള. ഓക്കെ, ഇവരെന്തിനാ ഇതിനെ എന്താ പറയുക തേടി നടക്കണമെന്ന് വെച്ചാൽ അവർ ഓർണിത്തോളജിസ്റ്റ് ആയതുകൊണ്ട് അതിനെ ഹണ്ട് ചെയ്തിട്ട് അതിന്റെ ബോഡി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് നടക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ ചില മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ജീവനുള്ള മൃഗങ്ങളെ നമ്മൾ കൊന്നിട്ട് അതിന്റെ ഉള്ളില് സ്റ്റഫ് ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ടാവും. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഒരു ഓർണിത്തോളജി, സോ ഇവരെ കണ്ടിട്ടുള്ള ഒരു ഇതിലാണ് സ്റ്റോറി പിന്നെ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നത്. ദെൻ സിൽവിയ, യെസ്, ഓർണിത്തോളജിസ്റ്റ് ആൻഡ് സ്പോട്ടഡ് ഇൻ ദി ഏരിയ. അപ്പോൾ അവരൊരു എന്താ പറയുക, ഈ ബേർഡിനെ കണ്ടുപിടിച്ച് തരണം, ഹണ്ട് ചെയ്യാനാണ്, അതിനെ സ്റ്റഫ് ചെയ്തിട്ട് എനിക്ക് പ്രിസർവ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് വന്നിട്ട് സമീപിക്കുകയാണ്. ആസ് എ സ്റ്റോറി പ്രോഗ്രസ് സിൽവിയ ഇസ് ചാലഞ്ച് വിത്ത് വെദർ ഓർ നോട്ട് ഷീ ഷുഡ് ടെൽ ദ ഹണ്ടർ ദാറ്റ് ഷീ സോ ദ ബേർഡ്. അപ്പോൾ ഈ ഒരു സിൽവിയ എന്നുള്ള കുട്ടിക്ക് ഈ ഓർണിത്തോളജിസ്റ്റ് വന്നിട്ട് ഈ ബേർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവർക്ക് അറിയാം ഈ പക്ഷി എവിടെയാണുള്ളതെന്ന്. പക്ഷെ ആ പക്ഷിയെ കുറിച്ച് പറഞ്ഞ് ഞാൻ പക്ഷീനെ കൊല്ലും, കാര്യം മനസ്സിലായില്ലേ? അപ്പോ ആ ഒരു പക്ഷിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതല്ലേ ആളുടെ ഒരു ഡ്യൂട്ടി എന്നാണ് ആള് ഇമ്പോർട്ടൻസ് കൊടുക്കണം മൈൻഡിൽ. അല്ലാണ്ട് അതിനെ കാണിച്ചു കൊടുത്തിട്ട് അതിനെ കൊന്നിട്ട് അതിനെ പ്രിസർവ് ചെയ്ത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് നേച്ചറാണ്, എന്ത് നേച്ചർ സ്നേഹമാണ് ഉള്ളത് എന്നുള്ളൊരു തോട്ട് ആണ് സിൽവിയയുടെ ഉള്ളിൽ വരുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഈ നേച്ചർ പ്രിസർവിങ് എങ്ങനെയാണ് തീം ഇവിടെ വരുന്നത് എന്നുള്ളത് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ സിൽവിയ ഇസ് ചാലഞ്ച്ഡ് വെദർ ഷീ ഷുഡ് ടെൽ ഓർ നോട്ട് ദ ഹണ്ടർ. അത് പറയണോ വേണ്ടതെന്ന്. ഷീ ഓൾസോ ഡിസ്കവേഴ്സ് ഹർ പാഷൻ ഫോർ കൺട്രി ലൈഫ് ആൻഡ് ഹർ ലവ് ആൻഡ് വാല്യൂസ് ഫോർ ദി അനിമൽസ് ദാറ്റ് ഇൻഹാബിറ്റഡ്. സോ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ സിൽവിയക്ക് നേച്ചറിനോടുള്ള ഒരു കണക്ഷൻ, അതുപോലെ തന്നെ ലവ് ആൻഡ് വാല്യൂ ഫോർ അതർ ആനിമൽസ് ഈസ് ഓൾസോ സീൻ ഇൻ ദിസ് വർക്ക്. ഇനി വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സ്റ്റോറി ഇൻ ഡീറ്റെയിൽ. സോ സിൽവിയ ഒരു സിറ്റി ഗേൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, സിൽവിയ ഹാസ് കം ഫ്രം സിറ്റി ടു ലിവ് ഇൻ ദ മെയിൻ വുഡ്സ് വിത്ത് ഹർ ഗ്രാൻഡ് മദർ ഓൾഡ് മിസ്സസ് ടില്ലി. ആളുടെ ഗ്രാൻഡ് മദറിന്റെ കൂടെ ജീവിക്കാനായിട്ട് വരികയാണ്. ആസ് എ സ്റ്റോറി ബിഗിൻ, സിൽവിയ ഹാസ് ബീൻ ലിവിംഗ് വിത്ത് ഹർ ഗ്രാൻഡ് മദർ ഫോർ നിയർലി എ ഇയർ ലേണിംഗ് ടു അഡാപ്റ്റ് ടു കൺട്രി വേസ്. അപ്പോൾ കഥ തുടങ്ങുമ്പോഴേക്കും സിൽവിയ അവിടെ എന്താ പറയുക കൺട്രി സൈഡിൽ ജീവിച്ച് ഒരുവിധം സ്കില്ല് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, മീൻസ് ഒരു വർഷമായി. അപ്പോൾ ആളൊരുവിധം സ്ഥലങ്ങളും ആളുകളും എല്ലാം സെറ്റായി. സോ അപ്പോൾ ഇവര് പിന്നെയുള്ള കഥ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്, ഷീ ഹെൽപ്സ് ദി ഓൾഡ് വുമൻ ബൈ ടേക്കിംഗ് ഓവർ സം ഓഫ് ദ മോർ മാനുവൽ ജോബ്സ് സച്ച് ആസ് ഫൈൻഡിങ് മിസ്ട്രസ് മോളി ദ കൗ ഈച്ച് ഈവനിങ് ഇൻ ദ ഫീൽഡ്സ് വേർ ഷീ ഗ്രേസസ് ആൻഡ് ബ്രിങ്സ് ഹർ ഹോം. സോ നമുക്ക് സ്റ്റോറി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നൊരു എന്താ പറയുക സീൻ എന്താണെന്ന് വെച്ചാൽ ഇവര് സിൽവിയ ഈ ഗ്രാൻഡ് മദറിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ്. എങ്ങനെയാന്ന് വെച്ചാൽ കുറെ മാനുവൽ ജോബുകൾ ചെയ്യാനായിട്ട്, അല്ലറ ചില്ലറ ജോലികൾ ഹെൽപ്പ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ അടുക്കി വയ്ക്കുക, വിറകൊക്കെ ഇതാക്കുക. അതുപോലെ തന്നെ മിസ്ട്രസ് മോളി എന്ന് പറഞ്ഞിട്ടൊരു കൗ ഉണ്ട്, പശു, അതിന്റെ ഒരു പേരാണ്. അപ്പൊ അതിന് ഈ മെഡോ നിന്നിട്ട് കണ്ടുപിടിക്കുക, അതായത് അതിനിങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും ഉണ്ട്. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനത്തെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു എന്താ പറയാ സിൽവിയനെ നമുക്ക് ഓപ്പണിങ്ങിൽ കാണാം. ഓക്കെ, സോ ആ ഒരു കൗവിനെ ഈവനിങ്ങിൽ ഫീൽഡിൽ നിന്നിട്ട് എന്താ പറയാ ഗ്രേസ് ചെയ്യാൻ വിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെയാണ് ബിഗിനിങ്ങിൽ കാണിക്കുന്നത്. ബൈ മീൻസ് ഓഫ് ദിസ് ആൻഡ് അതർ ടാസ്ക് അലോങ് വിത്ത് ഹർ എക്സ്പ്ലോറേഷൻസ് ഇൻ ദ ഫോറസ്റ്റ്, സിൽവിയ ഹാസ് ബിക്കം എ കൺട്രി ഗേൾ ഹു റെയർലി ലവ്സ് ഹർ ന്യൂ ഹോം. അപ്പോൾ ആളുടെ എന്താ പറയാ കൺട്രി ഹോം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയാ സിൽവിയനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഷീ ഹാസ് ടേക്കൺ ഇറ്റ് ടു ഈസി ആൻഡ് ഇമേഴ്സ് ഹെർസെൽഫ് ഇൻ ന്യൂ ലൈഫ് കംപ്ലീറ്റ്ലി. അപ്പൊ ആളുടെ എന്താ പറയാ ഈ ഒരു
കൺട്രി ലൈഫിൽ ജീവിക്കുക എന്നുള്ളത് ആളുടെ ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഇമേഴ്സ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ ജീവിതം മൊത്തം നമ്മളതിൽ മുക്കി വെച്ച പോലെ. ഓക്കെ, സോ ആൻഡ് ഇമേഴ്സ് സെൽഫ് എ ന്യൂ ലൈഫ് കംപ്ലീറ്റ്ലി ആസ് എവിഡൻസ് ബൈ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് അവർ ജേർണി ഹോം each evening with the cow. Their feet were familiar with the path and it was no matter whether their eyes could see it or not. Okay, so ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ സിൽവിയക്ക് ആ ഒരു സ്ഥലം അത്രയും കാണാപ്പാടമായി. എങ്ങനെയാന്ന് വെച്ചാൽ ഈ പശുക്കൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാലം കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് രാത്രി കറക്റ്റ് ടൈം ആകുമ്പോൾ തിരിച്ചു വരും, നമ്മൾ മേയ്ക്കാൻ വിട്ട് കഴിഞ്ഞാൽ. സോ അത്രയും എനിക്കും ഫെമിലിയർ ആയി പോയിട്ട് ആ വഴികൾ എന്നൊരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്, ആ ഓപ്പണിങ്ങിലുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മീൻസ് ഷി വാസ് ആക്ച്വലി ലിവിങ് ഹെർ ലൈഫ് ബ്യൂട്ടിഫുള്ളി. ദെൻ വൺ ഈവനിങ് വൈൽ ഷി വാസ് റോമിങ് ഇൻ ദ വിൽഡർനെസ്. അപ്പോൾ ഒരു ദിവസം ആളിങ്ങനെ ആ ഒരു വൈൽഡ് അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ എന്താ പറയുക കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എ വിസിൽ ഡിസ്റ്റർബ്സ് ദി ഈവനിങ് പീസ്. അപ്പോൾ എവിടെയും കേട്ടിട്ടില്ലാത്തൊരു വിസിലിംഗ് സൗണ്ട് കേൾക്കുകയാണ്. നമ്മൾ ആളുകൾ വിസിൽ അടിക്കില്ലേ, ഇങ്ങനെ ചൂളടിക്കില്ലേ, ഒരു സൗണ്ട് കേൾക്കുകയാണ്. ആൻഡ് സിൽവിയ ഇസ് ഫ്രൈറ്റൻ വെൻ എ സ്ട്രേഞ്ചർ അപ്രോച്ചസ്. അപ്പോൾ പെട്ടെന്ന് ദൂരെ നിന്നിട്ടൊരു അറിയാത്ത ആ പരിസരത്തൊന്നും ഇല്ലാത്ത ഒരാൾ ഇയാളെ സിൽവിയനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് വരികയാണ്. ഷി വാസ് അപ്രോച്ച് ബൈ എ ഹണ്ടർ ഹു ഇസ് ഇൻ ദി ഏരിയ ലുക്കിംഗ് ഫോർ ബേർഡ്സ് ടു ഷൂട്ട് ആൻഡ് പ്രിസർവ് ഫോർ ഹിസ് കളക്ഷൻ. സോ ആള് അടുത്ത് വന്നപ്പോഴാണ് പിന്നെ ഇവർ കണ്ട് സംസാരിച്ചിട്ട് പറയാണ് ഞാനിവിടെ ന്യൂ ആണ്, ഞാനൊരു എന്താ പറയുക ഹണ്ടറാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ ആള് പറയുന്നുണ്ട് ഞാൻ ഈ ഏരിയയിൽ ന്യൂ ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പക്ഷികളെ ഷൂട്ട് ചെയ്യാൻ, എന്നിട്ട് അതിനെ കൊന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക പ്രിസർവ് ചെയ്ത് വെക്കാൻ, അതിൻ്റെ മീറ്റൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സ്കിന്നിൽ സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കണ ജോലിയാണ് എനിക്കുള്ളത്. സോ പക്ഷികളെ ഹണ്ട് ചെയ്യാൻ വന്നതാണ് ഞാൻ, അപ്പോൾ എനിക്കിപ്പോൾ വഴി തെറ്റി എന്ന് പറയേണ്ട ഒരു സംഭവമാണ്. അങ്ങനെയാണ് ആള് പറയുന്നത്. അപ്പോൾ ഈ ഓർണിത്തോളജിസ്റ്റ് എന്നാണ് ഇതിൽ പറയണേ, അതിനകത്ത് വേറെ ഒരു നെയിം കൊടുത്തിട്ടില്ല. സോ ഈ യങ് മാൻ ആണ് ഒരു ഓർണിത്തോളജിസ്റ്റ് ആണ്, ആള് ബേർഡ്സിനെ കുറിച്ച് പഠിക്കുന്ന വ്യക്തിയാണ്, അതാണ് ഓർണിത്തോളജി. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത്. ദിസ് യങ് മാൻ ഇസ് സെർച്ചിങ് ഇൻ പർട്ടിക്കുലർ ഫോർ റെയർ വൈറ്റ് ഹെറോൺ ആൻഡ് ഹീ ഈസ് ഷുവർ ദാറ്റ് ഇറ്റ് മേക്സ് ഇറ്റ്സ് നെസ്റ്റ് ഇൻ ദി വിസിനിറ്റി. ദ ഹണ്ടർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ഹി ബിക്കേം ലോസ്റ്റ് വൈൽ സെർച്ചിങ് ഫോർ ബേർഡ് ഇൻ ദ വുഡ്സ് ആൻഡ് ആസ്ക്ഡ് ഇഫ് ഹി കുഡ് സ്റ്റേ ഇൻ ദ നൈറ്റ് ഓഫ് എ ഹൗസ്. സോ ആള് എന്താ പറയുക സെർച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു റെയർ ആയിട്ടുള്ള വൈറ്റ് ഹെറോണിനെയാണ്, നമ്മൾ ആ പിക്ചറിൽ കണ്ട ബേർഡ് തന്നെയാണ്. ഈ പക്ഷീനെ കുറിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല, അപ്പോൾ വളരെ ലേറ്റായി. അപ്പോൾ എനിക്ക് ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് സ്റ്റേ ചെയ്യാനുള്ളൊരു ഇത് ചെയ്തു തരാൻ പറ്റുമെന്ന് ഈ സിൽവിയോട് ചോദിക്കുകയാണ്. അപ്പോൾ സിൽവിയ ഇസ് ഹെസിറ്റന്റ്, സ്റ്റിൽ ഷൈ അറൌണ്ട് ദ സ്ട്രേഞ്ചർ, ബട്ട് വെൻ ദേ റിട്ടേൺ ഹോം മിസ്സസ് ടില്ലി വെൽക്കംസ് ദി ഹണ്ടർ ഇൻസൈഡ് ആൻഡ് സ്പെൻഡ്സ് എ നൈറ്റ് അറ്റ് ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അപ്പോൾ സിൽവിയ ആദ്യം ഒന്നും പറഞ്ഞില്ല, കാരണം ആളുടെ വീടല്ല, ആളുടെ ഗ്രാൻഡ് മദറിന്റെ വീടാണ്. അപ്പൊ എന്തായാലും അവര് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്, ഗ്രാൻഡ് മദറിന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ പോയി ഇവരെ കണ്ട് ഗ്രാൻഡ് മദറായിട്ട് നല്ലൊരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് മദർ ഇവരെ എന്താ പറയുക നൈറ്റ് സ്പെൻഡ് ചെയ്യാം, വീട്ടിൽ നമുക്ക് നിൽക്കാം എന്നുള്ള രീതിയിൽ ഓക്കെ പറയാണ്. ആൻഡ് വൺസ് ഹി ഹാസ് റിസീവ്ഡ് ദി ഇൻവിറ്റേഷൻ ഹി മേക്സ് ഹിംസെൽഫ് അറ്റ് ഹോം. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടി, വീട്ടിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ഷീ ഈസ് ആക്ച്വലി വെൽക്കമിങ് ഹിം അറ്റ് ഹോം. Then at dinner, Mrs. Tilly reveals that her son Dan is an explorer who always loved nature and now lives out in California. Although they have lost touch and maybe he is even dead. So അപ്പോൾ ഇവരിങ്ങനെ ഡിന്നറിൽ സമയത്ത് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഗ്രാൻഡ് മദർ അവരുടെ മകനായിട്ടുള്ള ഡാനിനെ കുറിച്ച് പറയണത്. അതായത് ഈ ഗ്രാൻഡ് മദറിന് അവർക്കൊരു മോനുണ്ട്, ആളൊരു എക്സ്പ്ലോറർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, നേച്ചർ ലവർ ആയിരുന്നു. ആളിപ്പോൾ കാലിഫോർണിയയിലാണ് ജീവിക്കുന്നത്, പക്ഷെ അധികം ബന്ധമൊന്നുമില്ല. ഷീ ലോസ്റ്റ് ടച്ച്. അപ്പോൾ ഒരുപക്ഷെ ആള് മരിച്ചിരിക്കാം എന്ന് ഒരാൾ പറയുന്നുണ്ട്, കാരണം അത്രയും ടച്ച് ഇല്ലാതെ പോയിരിക്കുകയാണ്. സോ അപ്പോൾ ഈ ഒരു ഓർണിത്തോളജിസ്റ്റ് ആൾ അത്ര പ്രായമില്ല, ഈ ഡാനിന്റെ ഏകദേശം പ്രായമുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഗ്രാൻഡ് മദർ ഇയാളെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ അനുവദിച്ചത്. ആളുടെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ, നമുക്ക് ടെക്സ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും, സ്റ്റോറീസ് കേൾക്കുമ്പോൾ ഒരുപാട് കഥകൾ പറയുമ്പോൾ ഗ്രാൻഡ് മദർ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. സോ ഈ ഡാനിന്റെ പോലെയുള്ള ഒരു സ്വഭാവം കണ്ടിരിക്കാം ഈ ഒരു എക്സ്പ്ലോറർ ആയിട്ടുള്ള ഈ ഓർണിത്തോളജിസ്റ്റില്. ഓക്കെ, ഷീ സേസ് ദാറ്റ് സിൽവിയ ഇസ് ലൈക്ക് ഡാൻ, എക്സ്പ്ലോറിംഗ് ഹർ നാച്ചുറൽ എൻവയോൺമെന്റ് ആൻഡ് മേക്കിംഗ് ഫ്രണ്ട്സ് വിത്ത് ഓൾ ദ വൈൽഡ് ബേർഡ്സ്. സോ ആള് പറയാണ് സിൽവിയും അതുപോലെ തന്നെയാണ്, ഡാനിനെ പോലെ തന്നെയാണ്. ആളിങ്ങനെ നാച്ചുറൽ എൻവയോൺമെന്റ് എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് അതുപോലെ തന്നെ പക്ഷികളും മൃഗങ്ങളുമായിട്ട് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് പറയാണ്. When the hunter hears this, he reveals that he collects birds and by shooting and stuffing them and is currently searching the countryside for the rare and beautiful white heron. So അപ്പോൾ ആളിങ്ങനെ ബേർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് എന്താ പറയാ ആൾ ആ ഒരു വൈറ്റ് ഹെറോണിനെ തേടി പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ എന്താ പറയുക ഓർണിത്തോളജിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പക്ഷികളെ ഞാൻ കളക്ട് ചെയ്തിട്ട് സ്റ്റഫ് ചെയ്തിട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ്.
നമ്മൾ പറയില്ലേ ഈ പക്ഷികളെ ഇങ്ങനെ കൊന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്കിന്ന് മാത്രം വെച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ ശരിക്കുള്ള ഒരു ഫിഗർ ആയിട്ട് വെക്കും. ഓക്കെ, സോ ഇപ്പം ഞാൻ അന്വേഷിക്കുന്നത് ഈ വൈറ്റ് ഹെറോണിനെയാണ് എന്ന് സിൽവിയോട് പറയാണ്. ഓക്കെ, എന്നിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇഫ് സിൽവിയ വിൽ ഹെൽപ്പ് ഹിം ഫൈൻഡ് എ ഹെറോൺ ദെൻ ഹി സേസ് ഹി വിൽ ഗിവ് ഹെർ $10. അപ്പോൾ എനിക്ക് ആ ഒരു വൈറ്റ് ഹെറോണിനെ കണ്ടുപിടിക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ ഞാനൊരു $10 പൈസ നിനക്ക് തരാം. ഓക്കെ, ദ നെക്സ്റ്റ് ഡേ സിൽവിയ അക്കോംപ്ലിഷസ് ദ ഹണ്ടർ ഇൻ ടു ദ ഫോറസ്റ്റ് ആസ് ഹി സെർച്ചസ് ഫോർ ബേർഡ്സ് നെസ്റ്റ് ബട്ട് ഡസ് നോട്ട് ഫൈൻഡ് ഇറ്റ്. സോ നെക്സ്റ്റ് ഡേ സിൽവിയ ഇയാളുടെ കൂടെ ഫോറസ്റ്റിലേക്ക് പോവാണ്. ആദ്യമൊക്കെ ഭയങ്കര ഹെസിറ്റന്റ് ആയിരുന്നു, അതായത് ആളുടെ കൂടെ ഒന്നും പോകണില്ല, കാരണം ഒരു പക്ഷിയെ കൊല്ലാനല്ലേ എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് സിൽവിയ ഇരുന്നിരുന്നത്. അതിൽ പക്ഷെ അവസാനം അവര് ഗ്രാൻഡ് മദർ നിർബന്ധിച്ചിട്ട് അവർക്ക് പോണ്ടി വരികയാണ്, സിൽവിയക്ക് പോണ്ടി വരികയാണ് ആളുടെ കൂടെ ഫോറസ്റ്റിലേക്ക്. ഓക്കെ, ഈ ഒരു ബേർഡിനെ ഹണ്ട് ചെയ്യാനായി. സോ early in the following morning the girl decides to go out and look for the bird by herself so that she can be sure of showing the hunter the exact location when he awakens. അപ്പോൾ നെക്സ്റ്റ് ഡേ ഈ ഏർലി മോർണിംഗ് ആയതും സിൽവിയ എന്താണ് ചെയ്യുന്നത്, കുറച്ച് നേരത്തെ പുറത്തേക്ക് ഒന്ന് പോവാണ്. ഈ ഹണ്ടർ ഒന്നും നീച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള സമയമായിട്ടില്ല. അപ്പൊ സിൽവിയ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഏർലി മോർണിംഗ് പോവാണ്. അപ്പൊ ഇവൾക്കൊരു ലൊക്കേഷൻ അറിയാം, അതായത് ഇവരുടെ ഫോറസ്റ്റിന്റെ ഉള്ളിലായിട്ട് ഒരു വലിയൊരു ഓക്ക് ട്രീ ഉണ്ട്. ഓക്ക് ട്രീ അല്ല, പൈൻ ട്രീ സോറി, ഒരു പൈൻ ട്രീ ഉണ്ട്. ആ പൈൻ ട്രീക്ക് ഭയങ്കര ഹൈറ്റ് ആണ്. സോ അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ ഫോറസ്റ്റ് ഏരിയ അതുപോലെ തന്നെ ആ ഒരു സീഷോറും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ വൈറ്റ് ഹെറോൺ എവിടെയാണ് പറന്നു പോകുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ അറിയാം. സോ അതിനൊരു സ്ഥലത്തിലേക്കാണ് പോണത്. നമുക്ക് സെക്കൻഡ് പോയിന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ കറക്റ്റായി മനസ്സിലാവും. വെൻ ലോഡ്ജേഴ്സ് were chopping down the forest years ago, they left one tree, an old pine tree that is now the tallest in the forest. പണ്ട് ഇവരുടെ ആ ഏരിയയിൽ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് പോയിരുന്ന സമയത്ത് ലോഗേഴ്സ് മീൻസ് വൺ ഹു കട്ട് ലോഗ്സ് മീൻസ് വുഡ്. ഓക്കെ, ഒരു മരം മാത്രം അവർ അവിടെ നിലനിർത്തി പോയി. അപ്പോൾ ആ ഒരു ട്രീ ഇന്ന് ഭയങ്കര വലിപ്പമുള്ള ഒരു ട്രീ ആയിട്ട് മാറി. സിൽവിയ നോ ദാറ്റ് ഇഫ് ഷീ ക്ലൈംസ് ദിസ് ട്രീ ഷീ വിൽ ബി ഏബിൾ ടു സീ ഓൾ ദ വേ ടു ദ ഓഷ്യൻ ആൻഡ് ഷീ മേ ബി ഏബിൾ ടു ലൊക്കേറ്റ് ദ ഹെറോൺസ് നെസ്റ്റ്. സോ എക്സൈറ്റഡ് ബൈ ദിസ് തോട്ട് that she cannot sleep, she leaves the house in darkness while Mrs. Tilly and hunters are still asleep. അപ്പോ ആൾക്കറിയാം അതിന്റെ മുകളിൽ കയറിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തിനെ കാണാൻ പറ്റും, ഈ ഒരു സാധനം, ഈ ഒരു വൈറ്റ് ഹെറോൺ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാനും പറ്റും. സോ അത് വേഗം പോയിട്ട് തന്നെ കണ്ടുപിടിക്കാം. അവൾക്ക് അത്ര എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ആള് രാത്രി ഒന്നും ഉറങ്ങിയില്ല. ഏർലി മോർണിംഗ് തന്നെ നീച്ചിട്ട് ആ രാത്രി തന്നെ മിസ്സസ് ടില്ലിനെയും ഹണ്ടറിനെ ഒന്നും നീപ്പിക്കാതെ തന്നെ ആള് പോവാണ്. ഓക്കെ, ദെൻ ഷീ ഡിസൈഡ്സ് ടു ക്ലൈം. അപ്പോൾ രാത്രി തന്നെ പോയി ആ ഒരു മരത്തിന്റെ അവിടെ എത്തുകയാണ്. ദെൻ ഷീ ഡിസൈഡ്സ് ടു ക്ലൈം ദ ടോളസ്റ്റ് ട്രീ ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ആള് മരം കയറിയിട്ട് തന്നെ അതിൽ കയറി നോക്കണം. അപ്പോൾ ഷീ ഈസ് ഗോയിങ് ടു ക്ലൈം ദ ട്രീ സോ ദാറ്റ് ഷീ ക്യാൻ സീ ദി എൻറ്റയർ കൺട്രി സൈഡ് ആൻഡ് ഷീ ഫൈൻഡ്സ് ദ ഹെറോൺ ജസ്റ്റ് ആസ് ഷീ ഹാഡ് തോട്ട് ഷീ വുഡ്. മുകളിലേക്ക് ക്ലൈം ചെയ്ത് കയറി കുറെ നോക്കിയപ്പോൾ ആ ചുറ്റും കൺട്രി സൈഡ് മൊത്തം കാണാൻ പറ്റി. അതേപോലെ തന്നെ വൈറ്റ് ഹെറോണിനെയും കാണാൻ പറ്റി. When Sylvia climbs the tree as a bird might, she arrives at an epiphany at the tree's top. High as a bird, she has broken free of the world beneath and becomes the heron. ഇവിടെയാണ് ഈ ഇക്കോ ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള തീം നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഈ സിൽവിയ ഈ ഒരു മരം കയറി മുകളിൽ എത്തിയല്ലോ. ഓക്കെ, അപ്പൊ മരം കയറി മുകളിലെത്തിയപ്പോൾ ഒരു ആൾക്കൊരു റെവലേഷൻ വരികയാണ്, ഒരു എപ്പിഫാനി വരികയാണ്. അതായത് എന്താന്ന് വെച്ചാൽ എന്താ പറയാ, ഹൈ ആസ് എ ബേർഡ് ഷീ ഹാസ് ബ്രോക്കൺ ഫ്രീ ഓഫ് ദ വേൾഡ് ബിനീത്ത് ആൻഡ് ബിക്കംസ് ദി ഹെറോൺ. ഞാൻ ഇപ്പോ എന്താ പറയാ, എന്നെ കൺട്രോൾ ചെയ്യുന്ന ലോകങ്ങളെക്കാട്ടിലും മുകളിലാണുള്ളത്. എന്നെ കൺട്രോൾ ചെയ്യുന്ന കൈകളെക്കാട്ടിലും, അതായത് ആളുടെ ഗ്രാൻഡ് മദറിന്റെ വാക്കുകൾ കേട്ടിട്ടാണ് അവിടെ ജീവിക്കുന്നത്. പക്ഷെ ഇപ്പൊ എന്നെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല, അവരെക്കാൾ ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കണ്ടോ, അങ്ങനെ ഒരു ഫീലിംഗ് ഫെമിനിസമായിട്ട് കണക്ട് ചെയ്യുന്നത് കണ്ടോ. സോ അങ്ങനെ ഒരു എന്താ പറയാ സ്റ്റേറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഐ ആം എ ഹെറോൺ, അതായത് ഞാനിപ്പോ നിൽക്കുന്നത് ഈ ഹെറോൺ പറക്കുന്ന ഹൈറ്റിലാണ്. ഓക്കെ, ഷീ ഈസ് ആക്ച്വലി ബിക്കമിങ് എ ഹെറോൺ. സോ അതും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഹൗ ഈസ് ദ കണക്ഷൻ ഓഫ് ഫെമിനിസം, ഇക്കോ ഫെമിനിസം, അല്ലെങ്കിൽ വൈ ഷീ ഈസ് ബിക്കമിങ് ദ ഹെറോൺ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന്. ഓക്കെ, സിൽവിയ ക്ലൈംസ് ആൻ ഓക്ക് ട്രീ ഇൻ ഓർഡർ ടു റീച്ച് ദ ഷോർട്ടസ്റ്റ് ബ്രാഞ്ച് ഓഫ് ദ ഓൾഡ് പൈൻ ട്രീ. Then she climbs with difficulty. She perceives that the pine tree is helping her on the mission to find the heron, loving her for her brave spirit. So ആള് ഈ ഒരു വലിയ ഓക്ക് ട്രീക്ക് പൈൻ ട്രീക്ക് കയറുന്നതിന് മുന്നേ ആള് ആദ്യം ഒരു ഓക്ക് ട്രീ ആണ് കയറിയത്. അവിടെ നിന്നിട്ട് പൈൻ ട്രീയിലേക്ക് കയറി. അപ്പൊ ഇവര് ഈ ഓരോ മരം കയറുമ്പോൾ ഈ മരത്തിനോട് ഇങ്ങനെ സംസാരിക്കണായിട്ട് കാണാറുണ്ട്. ഓക്കെ,
അതായത് ഈ എന്താ പറയാ ഹെറോണിനെ കണ്ടുപിടിക്കാനായിട്ട് തന്നെ പൈൻ ട്രീ ഹെൽപ്പ് ചെയ്യാണ്. ആള് തന്നെ ഈ പ്രകൃതിയോട് ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കുന്നുണ്ട്. സോ അതൊരു ബ്രേവ് സ്പിരിറ്റ്, ഒരു നേച്ചർ സ്പിരിറ്റ് എന്ന് പറയാം. നമ്മൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രകൃതിയിലെ മരങ്ങളോടും കാറ്റിനോടും മണ്ണിനോടും ചെടികളോടും സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവും അവരുടെ ഉള്ളിലൊക്കെ. സോ ഫീലിംഗ് ടയർഡ് യെറ്റ് triumphant, Sylvia finally reaches the top. She feels wonder at the beautiful aerial view of countryside, and her excitement swells as she spots the heron flying up in the sky. She marvels at the heron and seems to adopt the heron's perspective as if share one mind. She climbs down, still thinking about how she will tell her hunter about Heron's location and how he will react. സോ മുകളിൽ കയറിയതിന് ശേഷമാണ് ആൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഈ ഒരു ലൊക്കേഷൻ ഞാൻ ആളോട് പറയുക. അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഹെറോൺ എവിടെ ഉള്ളതെന്ന്. പക്ഷെ ആ ലൊക്കേഷൻ ഞാൻ പറയണോ വേണ്ടേ? അപ്പോൾ ആൾ അങ്ങനെ ആലോചിക്കുകയാണ്. ദെൻ ഷീ ഈസ് റിട്ടേണിംഗ് ഹോം. ബാക്ക് ഹോം മിസ്സസ് ടില്ലി ഹാസ് നോട്ടീസ് സിൽവിയാസ് ആബ്സെൻസ് ആൻഡ് ഈസ് കോളിംഗ് ഔട്ട് ഫോർ ഹർ ഗ്രാൻഡ് ഡോട്ടർ. അപ്പോൾ വീട്ടിലെന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഇവര് മോർണിംഗ് നീച്ച് നോക്കുമ്പോൾ ഇവളെ കാണാനില്ല. കാരണം അവള് ഏർലി മോർണിംഗ് തന്നെ രാത്രി പുലർച്ചെ തന്നെ പോയിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഗ്രാൻഡ് മദർ ആകെ വെറിഡാവുണ്ട്. ഓക്കെ, മിസ്സസ് ടില്ലി വെറിഡാവുണ്ട്. അപ്പോഴേക്കാണ് സിൽവിയ തിരിച്ചു വരുന്നത്. സിൽവിയ അറൈവ്സ് ബാക്ക് അറ്റ് ദ ഹൗസ് പെയിൽ വിത്ത് ഹർ ക്ലോത്ത്സ് ടാറ്റേർഡ് ആൻഡ് കവേർഡ് ഇൻ ദ പൈൻ പീച്ച്. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും ഇവളുടെ എന്താ പറയാ ആകെ മരമൊക്കെ വലിഞ്ഞു പിടിച്ച് കയറി മുഖമൊക്കെ ആകെ പെയിലായി. മീൻസ് നമ്മൾ പറയില്ലേ ക്ഷീണമായി കഴിഞ്ഞാൽ വേർത്ത് നമ്മളാകെ ഇല്ലാണ്ടാവില്ലേ, പെയിൽ കളർ ഫ്ലഡായി. അതുപോലെ തന്നെ ആളുടെ ക്ലോത്ത്സിൽ മൊത്തം ഈ പൈൻ ട്രീയുടെ എന്താ പറയാ ആ ഒരു ചെറിയ ചെറിയ മുള്ളും ശിഖരങ്ങളും ഇങ്ങനെ ഉണ്ട്. പൈൻ ട്രീ ആക്ച്വലി ഒരു ചെറിയൊരു ടൈപ്പ് ഓഫ് മുള്ളല്ല, അതിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ നമ്മളെ ഇതിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു എന്താ പറയാ വേഷത്തിൽ ഈ ഒരു സിൽവിയ തിരിച്ചു വരികയാണ്. ഷീ കനോട്ട് സ്പീക്ക് ടു ഐദർ ദ ഹണ്ടർ ഓർ ഹർ ഗ്രാൻഡ് മദർ, ദോ ദ ഹണ്ടർ ഓഫേഴ്സ് ടു മേക്ക് ഹർ റിച്ച് ഫോർ ഹെൽപ്പിംഗ് ഹിം ഫൈൻഡ് ദി ഹെറോൺ. അപ്പോ എന്താണ് ഹണ്ടറിനോടൊന്നും പറയാൻ തരില്ല, ഗ്രാൻഡ് മദറിനോടൊന്നും പറയാൻ തരില്ല. പക്ഷെ അവൾക്കറിയാം ഈ ഹണ്ടർ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൈസ കൊണ്ട് മാത്രം എന്താ പറയാ ജീവിക്കാൻ ശരിയല്ലല്ലോ എന്നുള്ളൊരു ചിന്ത അവളുടെ ഉള്ളിൽ വരികയാണ്. She questions why she would keep the secret of Bird's location when he offers her a human connection to the rest of the world. But she recalls the glorious moment she shared with the bird and decides she cannot allow the hunter to kill it. So Sylvia ഉള്ളിൽ ഇങ്ങനെ ഒരുപാട് കിടന്ന് ആലോചിക്കുകയാണ്, ഞാൻ ഈ സീക്രട്ട് പറയണോ, ബേർഡിന്റെ ലൊക്കേഷൻ ആളോട് പറയണോ? എന്തായാലും ആളെ എനിക്കൊരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും, കാരണം ആളായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഒരു പ്രകൃതിയെ നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രകൃതിയിലുള്ള ഒരു അമൂല്യമായിട്ടുള്ള ഒരു സാധനത്തിനെ നശിപ്പിച്ചിട്ടാണോ ഈ ഒരു ബന്ധം എന്താ പറയാ ക്രിയേറ്റ് ചെയ്യണ്ടേ എന്ന ആൾ തന്നെ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്നിട്ട് ആള് പറയാണ്ട് എന്താ പറയാ തീരുമാനിക്കുകയാണ് ബേർഡിനെ കുറിച്ചിട്ടുള്ള കാര്യം പറയാതിരിക്കാൻ. ഓക്കെ, എന്തിനാണ്? ബിക്കോസ് ഷീ കനോട്ട് അലൗ ദ ഹണ്ടർ ടു കിൽ ഇറ്റ്. അതിനെ കൊല്ല എന്ന് പറയുന്നത് അത് പ്രകൃതി സ്നേഹികൾ ചെയ്യില്ല. Okay, so sometimes later, Sylvia still hears the haunting echo of the hunter's whistle and remembers the love and loyalty she felt for him. She forgets the sadness she felt when she watched him shoot birds and instead wonders if the friendships are has with the wild birds can replace human companionship she could have had with him. So, കുറച്ച് എന്താ പറയാ ആള് അങ്ങനെ പിന്നെ ആൾ അവിടെ നിന്ന് പോവാണ്. കുറെ കാലങ്ങളല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആളിപ്പോഴും ആ ഒരു ഹണ്ടറിന്റെ ആ ഒരു വിസില് അതൊരു ഹോണ്ടിങ് എക്കോ പോലെയാണ് ആള് പറയണത്. നമ്മൾ പറയില്ല നമ്മളങ്ങനെ ചില സൗണ്ടുകൾ കേട്ടാൽ നമുക്ക് പേടിയാവും. സോ സിൽവിക്ക് ആക്ച്വലി ആ വിസിൽ കേൾക്കുമ്പോൾ സന്തോഷവും കംഫർട്ടും അല്ല, ഒരു പേടിയാണ് വരുന്നത്. കാരണം എന്താ, ആളൊരു കില്ലറാണ്. ഓക്കെ, നേച്ചറിനെ കില്ല് ചെയ്യുന്ന ആളാണ്. പക്ഷെ ആളോട് ഒരു എന്താ പറയാ ഒരു റെസ്പെക്റ്റും ലോയൽറ്റി ഉണ്ട്. കാരണം ആള് നേച്ചറിനെ പ്രിസർവ് ചെയ്യുന്ന ഒരാളാണെന്നാണ് ആള് പറയണത്. അതുകൊണ്ടാണ് അപ്പം ഒരാളിങ്ങനെ ചിന്തിക്കുകയാണ്, സിൽവി ചിന്തിക്കുകയാണ്, ഇപ്പോ ആളുടെ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കൂടുതൽ എനിക്ക് എന്താണ് നേച്ചർ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞില്ല. ഷീ ഫോർഗെറ്റ്സ് ദ സാഡ്നസ് ഷീ ഫെൽറ്റ് വെൻ ഷീ വാച്ച്ഡ് ഹിം ഷൂട്ട് ബേർഡ്സ്. അതായത് ആളിങ്ങനെ ആൾക്ക് ആളുടെ ഒരു മിഷൻ നടന്നില്ലല്ലോ എന്ന്, ആളൊരു നേച്ചർ എന്താ പറയാ വ്യക്തിയാണ്, ആളുടെ ഒരു മിഷൻ നടന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടെങ്കിലും പക്ഷെ ആളൊരു ബേർഡ്സിനെ കൊല്ലുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ സിൽവിയക്ക് ബേർഡ്സ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും സിൽവിയക്ക് ഇയാളായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പും ഈ രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിൽവിയക്ക് നിൽക്കാൻ ഏറ്റവും കംഫർട്ട് ബേർഡ്സ് ആയിട്ടുള്ളതും അനിമൽസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലാണ്. കാരണം അതിൽ ആരും കൊല്ലണില്ല, ആരും ഉപദ്രവിക്കണില്ല, ഗ്രോ ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവരും അവരവരെയും കമ്പാനിയൻഷിപ്പ് മനസ്സിലാക്കി ഗ്രോ ചെയ്യുക. അപ്പോൾ ഈ ഹ്യൂമൻ ഇതിനകത്ത് എന്താണ് ഇപ്പോൾ കിട്ടുക എന്നുള്ളൊരു ചിന്തയിൽ സിൽവിയ ആണ്. അങ്ങനെയുള്ളൊരു സിൽവിയയിലാണ് ഈ ഒരു സ്റ്റോറി എൻ്റെ ആവണം. The narrator wills the nature around Sylvia to come and comfort her with all the gifts the nature world has to offer. അപ്പോൾ സിൽവിയക്ക്
കൊടുക്കാവുന്ന സിൽവിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ഹണ്ടറിന്റെ കയ്യിൽ നിന്നിട്ട് ആ ഒരു $10 ഒരു പക്ഷിയെ ഒറ്റി കൊടുക്കുന്നത്, പക്ഷിയെ കാണിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കിയതാണ്. നേച്ചറിന് സിൽവിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റും അത് തന്നെയാണെന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മുടെ റൈറ്റർ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ എന്താ പറയുക, നേച്ചറിനെ അത്രയും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നേച്ചറിനെ അത്രയും നമ്മൾ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വർക്കാണ്. സോ ഇതാണ് ഈ വർക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്. ഓക്കെ.